ഹലോ ഗൈസ്, എല്ലാവർക്കും ആർട്ടിആർ ഗെയിമിങ്ങിൻ്റെ മറ്റുള്ളവർക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകണം ഈ ഫുട്ബോളാണ്. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്, കാരണം എക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോസ് ഇടാൻ നോക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മളെ ഫേവറേറ്റ് സ്ക്വാഡാണ്. നമ്മളെ ഇഷ്ടമുള്ള പ്ലേയേഴ്സ് വെച്ചിട്ട്, അല്ലാണ്ട് റേറ്റിംഗ് ഒന്നല്ല, ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ്. എന്തായാലും നമുക്ക് കീപ്പർമാരെയാണ് തുടങ്ങാം. അപ്പം എൻ്റെ ഫേവറേറ്റ് ഗോൾ കീപ്പറിനെ ഞാൻ ആദ്യം ഏറ്റവും ലാസ്റ്റേക്ക് പോകേണ്ടി വരും. GK പൊസിഷൻ. അപ്പോൾ ഇതാ GKയിൽ നമ്മളെ ഫേവറേറ്റ് ഗോൾ കീപ്പർ അലീസണാണ്. അപ്പോൾ അലീസണോട് ഇല്ല, ഇപ്പോൾ ടെർ സ്റ്റെഗനാണ് ഞാൻ ടീമിലിടുന്നത്. പിന്നെ എമ്മി മാർട്ടിനസും സബിൽ. സെൻട്രൽ ബാക്ക് ആയിട്ട് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് മാൾഡീനിയോ റാമോസ് ആണ്. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് തൽക്കാലം വാൻഡൈക്കിനോ വാൻഡൈക്ക് ഇതിലിപ്പോൾ മാൾഡീനില്ല. പിന്നെ ആടാണ് ഡിലേറ്റിനാണ്. എവിടെ നമ്മുടെ ഡിലേറ്റൊക്കെ ഡിലേറ്റ്. പിന്നെ നമ്മൾ സബിൽ ഒരു ഡിഫൻഡറിന് ഇടുന്നുണ്ട്. അത് നമ്മൾ സ്വന്തം മാർക്കിനസ് ആണ്. ഞാൻ അത്യാവശ്യം മാർക്കിനസിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് PSG. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് വരുമ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എൻ്റെ ഉണ്ട്, കാർലോസ്. അങ്ങനെ റോബർട്ടോ കാർലോസിനെ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ രണ്ട് വിങ് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു ഫേവറേറ്റാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്. അപ്പോൾ നമുക്ക് അവനോട് ഇവനാണെങ്കിൽ എല്ലായിടത്തും കളിക്കും, അങ്ങനെയൊന്നുമില്ല. റൈറ്റ് ബാക്കിൽ ഇത് ശരിക്കും ഫേവറേറ്റ് കഫു ആണ്. ഇതിലിപ്പോൾ കഫു ഇല്ല. റൈറ്റ് ബാക്കിൽ ഇപ്പോൾ ആരാളുള്ളതെന്ന് വെച്ചാൽ ഡംഫ്രീസ് ആണുള്ളത്. പക്ഷേ ഡംഫ്രീസിന് പകരം എനിക്ക് പിന്നെ ഇഷ്ടം കറോഹാളാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി മിഡ്ഫീൽഡർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ഡിഫൻഡിങ് മിഡ്ഫീൽഡറാണ് കസമീറോ. അപ്പോൾ നമുക്ക് കസമീറോനെ ഇട്ടുണ്ട്. പിന്നെ നമ്മളെ സെൻട്രൽ മിഡ് ലൂക്ക മോഡ്രിച്ച് ആൻഡ് ടോണി ക്രൂസ് ആണ്. ഇതിലിപ്പോൾ ടോണി ക്രൂസിൻ്റെ കാർഡില്ല, ലൂക്ക മോഡ്രിച്ചിൻ്റെ കാർഡുണ്ട്. പിന്നെ പകരം ഞാൻ യൂസ് ചെയ്യുക ബെക്കാമിൻ്റെ കാർഡാണ്. ഞങ്ങൾക്ക് മിഡ് കളിക്കാൻ വേണ്ടിയിട്ട് സബിലൊരാൾ ഇടണം. ഞാൻ സെർജിയോ ബിസ്ക്കറ്റിൻ്റെ കാർഡ് ഉണ്ട് നമ്മളതിൽ. അപ്പോൾ ബിസ്ക്കറ്റാണ്. മറ്റേ ബുസ്കറ്റ്സ് നന്നായി കളിക്കുകയൊക്കെ ചെയ്യും. നന്നായി കളിക്കും ചെയ്യുമെന്ന് വെച്ചാൽ ഏറ്റവും ഈസി അസിസ്റ്റ് കൊടുത്ത പ്ലെയറാണ്. എനിക്ക് എൻ്റെ കട്ടിങ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അടിപൊളി പാസ് കൊടുക്കും, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും ലെഫ്റ്റ് വിങ്ങിൽ വേറെ അല്ല, എൻ്റെ ഫേവറേറ്റ് നെയ്മറാണ്. അതിന് നമുക്ക് വാൾവേർഡിനെ കൂടി ടീമിലേക്ക് ഇടാം. വാൾവേർഡ് ഫേവറേറ്റ് ടീം ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ പലരും നോക്കുന്നുണ്ടാവും, പക്ഷെ ഇതിൽ ഞാൻ കളി കണ്ടവരെ മാത്രം വെച്ചിട്ടുള്ളൂ. ഇനീസ്റ്റ ഇവരൊക്കെ കളി മാത്രം. ഇനീസ്റ്റയുടെ പണ്ടത്തെ കളിയൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ കാൻഡേഡതും ലെവൻഡോസ്കി, വാൾവേർഡ്, റൊണാൾഡോ, നെയ്മർ ഇവരൊക്കെ ഞാൻ ലൈവ് കാണലുള്ളതാണ്. എന്തായാലും നമുക്കൊരു മാച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മളെ പൊണനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗ് നല്ല ഫോമാണ്, അപ്പോൾ നമുക്ക് ജൂഡിനെ എടുത്തിറക്കാം. ട്രെൻഡ് നല്ല ഫോമാണ്. അലക്സാണ്ടർ അർണോൾഡ്, ഹസാർഡിനെ ഇറക്കണ്ട, നെയ്മറിനെ വെക്കുക. ഒപ്പോണൻ്റെ സ്കോഡ് മെസ്സിൻ്റെ മെസ്സി ഉണ്ട്. ഇതിൽ നോക്കുന്നവരെല്ലാം സ്റ്റാർട്ട് അടിച്ച് വേഗം. എന്തായാലും അവൻ്റെ ഫസ്റ്റ് ടച്ചാണ്. ജൂനിയർ ചെറിയ ലാഗുണ്ട്, സാരല്ല. ജൂഡ് ബെല്ലിംഗം കിട്ടിയില്ല. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, മെസ്സി കൂടെ ഉണ്ട്. അയ്യോ, റൈറ്റ് കാർഡ് എടുത്ത്. വാൻഡൈക്ക്, ടെർ സ്റ്റെഗൻ ടു വാൻഡൈക്ക് ടു അലക്സാണ്ടർ അർണോൾഡ്, മെസ്സി. വാൻഡൈക്കിന് കിട്ടി ഇല്ല, വെക്കാമിനും കിട്ടിയില്ല, വിനീഷ്യസിന് കിട്ടി.
അതാ ജൂനിയർ ഒന്നടിച്ച്. എൻ്റെ പൊന്നെ, ഒരെണ്ണാക്കി അടിച്ചാന്നുണ്ട് ഒരെണ്ണം. അയ്യോ, ഇപ്പോൾ ഇതാ അവൻ ഗോൾ അടിച്ച്. ഇനി നമ്മൾ എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെസ്സി കിട്ടി, മെസ്സി ഇല്ല. എൻ്റെ ഡിഫൻസ് കുറച്ച് സീനാണ്. ബെല്ലിംഗം ഓക്കെ, ബെല്ലിംഗം ഇല്ല. ഓൻ്റെ ബെക്കാം അഗെയിൻ. ഓക്കെ, ബെല്ലിംഗം അടിച്ച് എന്തായാലും നമ്മൾ നോമിനേറ്റിംഗ് കോണ്ടാക്റ്റ് കൊണ്ട് നമ്മൾ ബ്രൂണോനെ അടിക്കും, ബർണാഡോനെ എടുക്കണ്ടാവുക. മിഡ്ഫീൽഡ് കുറച്ച് ഷോക്കാണ്. എല്ലോ ലെഫ്റ്റ് ബാക്ക് എടുക്കണം നല്ല വെച്ചിരിക്കണം. ലെഫ്റ്റ് ബാക്ക് കാർലോസ് ഉണ്ട്. അഗെയിൻ ഇല്ല. ഓ, ഗുഡ്സ് ദർശകൻ അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് രക്ഷപ്പെട്ട്. കസമീറോ, ബെക്കാം കിട്ടി. എൻ്റെ മോനെ വേണ്ടവനാണ്. ജൂഡ് ബെല്ലിംഗം ബെല്ലിംഗം ഡേവിഡ് ബെക്കാം ആയിരുന്നത്. അതാ അലക്സാണ്ടർ ആർണോൾഡ് ടു മെസ്സി ഇതാ ത്രൂ ബോൾ. റൊണാൾഡോ ഇവിടെ ഉണ്ട്. അടിച്ച് റൊണാൾഡോ അടിച്ച്. എൻ്റെ പൊന്നെ, എന്ത് ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെ കോളാക്കിയത്. എന്തായാലും ഈ കാർഡിന് അത്യാവശ്യം ഫിനിഷിങ് കാര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ അവൻ്റെ റെസ്റ്റൊക്കെ എടുത്ത് നമ്മളെ ബെക്കാം നെയ്മർ അടിച്ചില്ല. നമ്മളെ ഡിലീറ്റ് എടുത്ത് ഡിലീറ്റ് അവനക്ക് കൊടുത്ത്. മെസ്സിക്ക് വെച്ച് കൊടുത്തോ, അത് പുറത്തേക്ക് പോയി. ഇതാ മെസ്സി റൊണാൾഡോ അടിച്ച് ഇല്ല, പോയി. ഇതാ എന്തായാലും അവൻ്റെ ഇല്ല, നമുക്ക് ഡിലേറ്റ്. ബെല്ലിംഗം നല്ല ബോൾ വെച്ച് കൊടുത്ത്. നെയ്മർ ക്രോസ് ഇട്ട് കുത്തിയിട്ട് ഈ പുറത്തേക്ക്. അങ്ങനെ നല്ലൊരു ചാൻസ് കൊണ്ട് തൊലച്ച്. എന്നിട്ട് റെസ്റ്റഗൻ അലക്സാണ്ടർ ആർണോൾഡ് എടുത്ത് മെസ്സി ഈ കിട്ടിയില്ല. അല്ലാ മൂഞ്ചി കൂട്ടൻ ഇങ്ങോട്ട് കൊടുത്ത്. നമുക്കത് കിട്ടി. ബെല്ലിംഗം ടു റൊണാൾഡോ. ഈ വെക്കാമുള്ളതുകൊണ്ടാണ് അവിടെ. അതാ അവൻ്റെ കൗണ്ടർ അറ്റാക്ക്. അങ്ങനെ സമ്മതം ഈ രണ്ടെണ്ണം അവൻ്റെ അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവൻ്റെ അറ്റാക്കല്ല, കിട്ടി. അല്ല, കാർലോസ് ടു റൊണാൾഡോയുടെ നല്ല പാസ്. നെയ്മർ ഇങ്ങോട്ടാണ് ഇട്ടുകൊടുത്തത്. മെസ്സിയെ കോളാക്കിയിട്ടുണ്ട്. ടെർസ്റ്റഗൻ, നെയ്മർ, അലക്സാണ്ടർ ആർണോൾഡ്. മെസ്സിയുടെ ക്രോസ്, റൊണാൾഡോ ഹെഡ് ചെയ്തില്ല. രണ്ടാമത്തതും ഹെഡ് ചെയ്തില്ല. നെയ്മർ ഇല്ല. ഡിലീറ്റ്. ബെല്ലിംഗം എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കിട്ടിയില്ല. ആദംസ് എടുത്ത് കിട്ടി. കസമീർ കൊണ്ടേ കളഞ്ഞ്. എന്തായാലും നമ്മൾ കളി തോറ്റിട്ടുണ്ട്, സാരമില്ല. നമുക്കെന്തായാലും ഇതൊന്നും കൂടി വെക്കാം. അടുത്ത കളി നമ്മൾ എന്തായാലും ജയിക്കാം അടുത്ത എപ്പിസോഡിൽ. അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതെല്ലാവർക്കും ബൈ.